അന്നൊരു 9 വയസ്സുകാരിയെ കൊണ്ടുവന്നു കാഷ്വാലിറ്റി. ഇതാണ് ഉച്ചയ്ക്ക് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കുട്ടിയൊന്ന് വീണു. വീട്ടിൽ വഴുതി വീണതാ. ചെറുതായിട്ടൊരു ബോധക്കേട് ഉണ്ടായിരുന്നു. ആ ബോധക്കേട് കഴിഞ്ഞ് കുട്ടി വളരെ ഉഷാറായി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഛർദി പോലെ ചെറുതായിട്ട് മയക്കം വന്നു തുടങ്ങി. അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി. അവിടെ CTക്കുള്ള സംവിധാനം ഉണ്ടായിരുന്നു. തലയുടെ സ്കാൻ ചെയ്ത് നോക്കി. അതിനകത്തൊരു ബ്ലീഡിങ് ഉണ്ട്. 1 അവറോളം യാത്ര മിനിമം ഉണ്ട്. അപ്പോൾ ഈ സമയത്തിനിടയ്ക്ക് കുട്ടി ബോധാവസ്ഥ കുറഞ്ഞു തുടങ്ങി, ഡ്രൗസിയായി. ജസ്റ്റ് പറയുന്നതൊക്കെ മാത്രം അനുസരിക്കുന്ന ഒരു ലെവലിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് ബൈസ്റ്റാൻഡറോട് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലായത്. കാഷ്വാലിറ്റിയിൽ വന്നു. നമ്മൾ ഡോക്ടേഴ്സ് കാണുമ്പോഴത്തേക്ക് ഏതാണ്ട് കുട്ടിയുടെ ബോധാവസ്ഥ വീണ്ടും താഴെ പോയി. വെന്റിലേറ്ററിലാക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എമർജൻസി ആയിട്ട് സ്കാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തു. ആദ്യം കണ്ട സ്കാൻ പ്രകാരം ഒരു ബ്ലീഡിങ് കണ്ടു. ആ ബ്ലീഡിങ്ങിൻ്റെ സ്വഭാവം വെച്ചിട്ട് ഏത് നിമിഷവും മരണം പെട്ടെന്ന് സംഭവിച്ചേക്കാം, കാര്യങ്ങൾ കൈവിട്ട് പോയേക്കാം എന്നുള്ള അറിവ് നമുക്കുള്ളത് കൊണ്ട് എമർജൻസി ആയി CT സ്കാൻ എടുത്തു. ആ CT സ്കാനിൽ ആ ബ്ലീഡിങ് ഒരുപാട് വലുതായിട്ടുണ്ട്. തരത്തിലുള്ള ബ്ലീഡിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. അത് പെട്ടെന്ന് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും. ബോധത്തോടെ തന്നെ വീട്ടിൽ പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ചെയ്യാൻ ലേറ്റ് ആയാൽ മരണപ്പെടാം. വലുതായിട്ടുണ്ടെന്നുള്ള ബോധ്യം വന്നപ്പോൾ എമർജൻസി ആയി തിയേറ്ററിലേക്ക് ഓടി. തിയേറ്ററിൽ എത്തുമ്പോഴത്തേക്ക് കുട്ടിയുടെ കണ്ണിലെ റിയാക്ഷനൊക്കെ കുറഞ്ഞു തുടങ്ങി. അനൈസോകോറിയ എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ട്. കണ്ണ് ഒരു സൈഡ് റിയാക്ഷൻ കുറഞ്ഞ് വലുതാവുന്ന ഒരവസ്ഥയെല്ലാം ഉണ്ട്, പ്യൂപ്പിളിൻ്റെ റിയാക്ഷൻ. അത് കണ്ട വഴിക്ക് നമ്മൾ എമർജൻസി ആയി കുട്ടിയെ തിയേറ്ററിലേക്ക് എത്തിച്ചു. എത്രയും പെട്ടെന്ന് ഇടിപിടി എന്നുള്ള രൂപത്തിൽ അത് തല തുറന്ന് ആ ബ്ലീഡിങ് ഇവാക്യുവേറ്റ് ചെയ്തു. നെക്സ്റ്റ് ഡേ കുട്ടീനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ സാധിച്ചു. 2-3 ദിവസം കഴിയുമ്പോൾ കുട്ടിയെ വിടാൻ സാധിച്ചു വീട്ടിൽ. എക്സ്ട്രാ ഡ്യൂറൽ ഹെമറേജ് എന്നുള്ളൊരു തരം ബ്ലീഡിംഗ് ആണ്. തലയോട്ടിയുടെ അകത്ത് അഥവാ ഒരു പാളിയുണ്ട് തലയോട്ടിയുടെ അകത്ത്. അതിൻ്റെ ഉള്ളിലാണ് ബ്രെയിൻ ഇരിക്കണേ. ഈ പാളിയുടെയും തലയോട്ടിയുടെയും ഇടയിലൊരു ബ്ലീഡിങ് വരുന്ന തരത്തിലുള്ള ബ്ലീഡിംഗ് ആണത്. സാധാരണ ഈ അവിടെ ഉണ്ടാവുന്ന ബ്ലീഡിങ് ആർട്ടറി എന്നുള്ള രക്തക്കുഴൽ എന്നുള്ള ബ്ലീഡിംഗ് ആണ് അവിടെ ഉണ്ടാവുക. അവൻ ഒരിക്കലും സ്വമേധയാ കൺട്രോൾ ആവില്ല എന്ന് മാത്രമല്ല, അത് വളർന്നുകൊണ്ടിരിക്കും, സൈസ് കൂടിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് ആളെ നഷ്ടപ്പെടാം. നമ്മുടെ അറിവിൽ തന്നെ പല കേസുകൾ അതുപോലെ ഉണ്ടായിട്ടുണ്ട്. വേറൊരു നാട്ടിൽ പോയി തലയ്ക്ക് അടി കിട്ടി, അവിടെ ഓപ്പറേഷൻ ചെയ്യാൻ ഒന്നും പറ്റാതെ അല്ലെങ്കിൽ ചികിത്സ കിട്ടാതെ അവിടെ കിടന്ന് പിന്നെ നമ്മൾ അറിഞ്ഞ് ചെന്ന് നാട്ടിലേക്ക് കൊണ്ടുവന്ന് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ വെച്ച് സ്കാൻ ചെയ്യുമ്പം ഈ തരം ബ്ലീഡിംഗ് ആണെന്നുള്ളതും കാണുകയും അതേപോലെ അപ്പോഴത്തേക്ക് ജീവൻ നഷ്ടപ്പെടുകയൊക്കെ ചെയ്യണ വളരെ ദാരുണമായിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. തലയുടെ ബ്ലീഡിങ് പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്യേണ്ടതാണെന്ന് ഒരു ന്യൂറോ സർജൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഈ ഗണത്തിൽപ്പെട്ട ഒരു ബ്ലീഡിങ് ആവാം.